ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുറത്ത് അത്യാവശ്യം നല്ല വെയിലും അത്യാവശ്യം നല്ല മഴയുള്ള ഒരു പ്രത്യേകതരം കാലാവസ്ഥയുള്ളൊരു ദിവസമാണ്. സോ ഐ തോട്ട് വൈ നോട്ട് ഒരു വ്ളോഗ് എടുത്തുകൂടാ. വ്ളോഗ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടെത്തി വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. ഓൾസോ അത് മാത്രമല്ല, എൻ്റെ വീട്ടിലൊട്ടും ഡിമാൻഡ് ഇല്ലാത്തൊരു സാധനമാണ് ഈ റോബസ്റ്റ പഴം. അങ്ങനെ ചീത്താവാറായിരുന്ന 2 റോബസ്റ്റ പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വലിയ കാര്യമൊന്നും ഇല്ല. 2 പഴം എടുത്ത് നല്ലോണം മാഷ് ചെയ്തിട്ട് കുറച്ച് പഞ്ചാരയും ഒരെഗ്ഗും പിന്നെ കുറച്ച് വാനില എസൻസും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഈ വാനില എസൻസിന് എനിക്ക് വലിയ കണക്കൊന്നുമില്ല, എനിക്ക് ഒരു ഇൻറ്റ്യൂഷൻ വരും ഇത്ര മതി എന്നൊക്കെ തോന്നിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ കണക്ക്. അതൊക്കെ കുറച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദയും കുറച്ച് പാലും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കുക. എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു സാധനമാണ് ഈ പാൻ കേക്ക്. അപ്പം ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ നോർമലി ഉണ്ടാക്കുമ്പോൾ പഴം ആഡ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് പഴം ആഡ് ചെയ്യുമ്പോൾ പാൻ കേക്കിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ അങ്ങ് മാറുന്നു. അങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ ഉണ്ടാക്കിയ പാൻ കേക്കാണ് കിടക്കുന്നത്. പരിതാപകരം എന്നൊക്കെ പറഞ്ഞാൽ വൻ പരിതാപകരം. എനിക്കത് മര്യാദയ്ക്ക് അതൊന്നും എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് ലാസ്റ്റ് ഒരു മെനയില്ലാണ്ടാണ് എനിക്കത് കിട്ടിയത്. ആദ്യത്തെ അങ്ങനെ ആയതുകൊണ്ട് രണ്ടാമത്തെയും അങ്ങനെ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി നോക്കി. മറിച്ചിടുന്നവരെ എല്ലാം ഓക്കെയായിരുന്നു. മറിച്ചിട്ടപ്പോൾ എല്ലാം കൊളായി. എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ ഷേപ്പിലാണ് നമുക്ക് പാൻ കേക്ക് കിട്ടിയത്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ വെറുതെ പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്ന നോർമൽ പാൻ കേക്കിനെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ പഴം ഇട്ടുണ്ടാക്കിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര എക്സ്ട്രീംലി സോഫ്റ്റാണ്. കാണാൻ ഒരു ലുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ബാറ്റർ വെച്ചിട്ട് ആകെ ഉണ്ടാക്കിയത് 2 പാൻ കേക്കാണ്. 2 കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നല്ല നിറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നല്ല ഫില്ലിംഗ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. കാര്യം ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും. അങ്ങനെ പാൻ കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ജേർണൽ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ ജേർണൽ ചെയ്യുന്ന നല്ല മൂഡായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു ക്യാൻഡിലിൻ്റെ കുറവുണ്ട്, നമുക്ക് വാങ്ങിക്കാം. പിന്നെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീക്ക് കുറേ പാറ്റേൺ പേപ്പേഴ്സ് പ്രിൻ്റ് എടുപ്പിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജേർണൽ ചെയ്യുന്ന വീഡിയോസ് ഇടണം, ഷോർട്സ് ആയിട്ട് എന്നൊക്കെ. ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് നോക്കണേ. പിന്നെ ആണെങ്കിൽ പ്രിൻറ്റിംഗ് ഷോപ്പിലെ ചേട്ടൻ്റെ മണ്ടത്തരം കൊണ്ട് എനിക്കൊരു വൻ ലോട്ടറി അടിച്ചു. ഞാനാണെങ്കിൽ ആ പുള്ളിനോട് 1 സൈഡാക്കി അടിച്ചു തരാനാ പറഞ്ഞത്. പുള്ളി 2 സൈഡാക്കി അടിച്ചു വന്നതിന് എനിക്ക് 10-20 പേപ്പർ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ കളർ പേപ്പറിൻ്റെ സ്റ്റോക്കൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഈ പാറ്റേൺ പേപ്പറും സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ലോണം കട്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് ഒരുമിച്ച് പ്രിൻ്റ് എടുക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോൾ 2 ചെയ്യിക്കും. ഒരു പേപ്പറിന് 10 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് 10 രൂപയ്ക്ക് പ്രിൻ്റ് എടുപ്പിക്കാൻ എന്തോ മനസ്സ് വരാറില്ല. പിന്നെ അതേപോലെ തന്നെയാണ് സപ്ലൈസിൻ്റെ കാര്യം. ഞാനിങ്ങനെ വിചാരിക്കും നല്ല സപ്ലൈസ് ഒക്കെ വാങ്ങിക്കണം, എന്നിട്ട് അത് വെച്ച് ജേർണൽ ചെയ്യണം എന്നൊക്കെ. പക്ഷേങ്കിൽ എനിക്കെന്തോ പൈസ കയ്യിലുള്ള സമയത്ത് അതൊന്നും വാങ്ങിക്കാൻ മനസ്സ് വരാറില്ല ഇൻ ദ സെൻസ് എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിനേക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേക്കപ്പ്, സ്കിൻ കെയർ, ഡ്രസ്സ്, ഇതൊക്കെ ആയിരിക്കും എനിക്ക് വാങ്ങിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഈ പേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിലേക്കും ഞാൻ അങ്ങനെ ഭയങ്കര സപ്ലൈസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം പ്രിൻ്റ് എടുത്ത സാധനങ്ങൾ തന്നെയാണ്. പ്രിൻ്റ് എടുക്കുന്നത് നല്ല ലാഭമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സ്പ്രെഡിൽ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ മറന്നു. ഇന്ന് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ് ചെയ്തത്. അതായത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ ഒരു പേജ് ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എവിടേക്കും എന്തോ മിസ്സിംഗ് ഒക്കെ ഉള്ള പോലെ തോന്നി. അപ്പം അത് മാറ്റാനായിട്ടാണല്ലോ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അങ്ങനെ ഞാൻ 2 സ്റ്റിക്കേഴ്സ് ഒക്കെ ചൂസ് ചെയ്ത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ഞാൻ ചെയ്ത ജേർണൽ സ്പ്രെഡ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഗ്രോസറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് വന്നത്. എപ്പോഴും വാങ്ങിക്കാനുള്ള സെയിം സാധനങ്ങളൊക്കെ തന്നെ. ഈ ഒരു പശേൻ്റെ സെറ്റ് എനിക്ക് കിട്ടിയത് 49 ആണ്. 99 ആണ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ അതൊരു സ്റ്റീൽ ഡീലായിരുന്നു. പിന്നെ ഇതെങ്ങനെയുണ്ട്, ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പെയിൻറ്റ് ചെയ്തൊരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയാണിത്. ഇന്നുണ്ട്, നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5-5:30 ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ഥലം വരെ പോവാമെന്ന്. അപ്പം നമ്മളവിടെ പോകാൻ വേണ്ടി റെഡിയായി. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് ഇതിട്ട് കഴിയുമ്പോൾ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ റെഡിയായി. എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പിക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് എന്തോ ഒരു കംഫർട്ട് പ്ലേസ് പോലെയാണിത്.
നല്ല രസമില്ല ഇന്നത്തെ ക്ലൈമറ്റ് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ മഴയുണ്ട് വെയിലുണ്ട്, അപ്പം നല്ല വൈബായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് ഈ ഒരു കടയിൽ കയറി ഈ സാധനം കഴിച്ച് എന്താ പറയുക, നല്ല വൃത്തികെട്ട സാധനമായിരുന്നു. പിന്നെ ആണെങ്കിൽ പോരുന്ന വഴിക്ക് പെനിയിൽ കയറി, ഇവിടെ അടുത്തൊരു പെനിയുണ്ട്, അപ്പോൾ അവിടെ കയറി ഗ്രീൻ ആപ്പിൾ ഫ്ലേവറിൻ്റെ ഒരു ഐസ് ക്യാൻഡി വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ 10 രൂപേൻ്റെ ഫ്ലേവറിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് അതാണ്. അപ്പം എന്താ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ.